എടാ ഞാനിപ്പം 1 മാസത്തിന് മേളിലായി ഇപ്പം ലോങ് വീഡിയോ ചെയ്തിട്ട്. കാര്യം വേറെ ഒന്നുമല്ല, ലോങ് വീഡിയോ ചെയ്യാൻ തന്നെ അങ്ങ് മടിയാ. ലോങ് വീഡിയോ നമ്മൾ ഒത്തിരി എഡിറ്റ് ചെയ്ത് അതൊക്കെ ഇങ്ങനെ നമ്മളതിനകത്തിരിക്കണം. ഒരു ദിവസം നമ്മുടെ അങ്ങ് പോയി കിട്ടും. അതും പ്രത്യേകിച്ച് എന്നെപ്പോലുള്ളവരൊക്കെ പഠിച്ച് വരുന്നതല്ലേ ഉള്ളൂ. ലോങ് വീഡിയോയുടെ ആ എഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് കുറേ ചെയ്ത് എന്നാലും ഇതിനകത്ത് കുറേയൊക്കെ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. നേരത്തെ എനിക്കതൊക്കെ ചെയ്തു തരുന്നത് മോളായിരുന്നു. അപ്പോൾ അവളത് കോളേജിലൊക്കെ പോയപ്പോൾ പിന്നെ ഞാനിങ്ങനെ ഓരോ വീഡിയോകൾ യൂട്യൂബിൻ്റെ വീഡിയോകളൊക്കെ കണ്ട് ഒക്കെയാണ് ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ രാവിലെ ഇവിടെ ഞാനിതൊക്കെ ഒന്ന് മഴ തോന്നു നിന്ന സമയത്ത് ഞാനിതൊക്കെ ചെയ്തതാണ്. പക്ഷേ അന്നേരം കുറേ കഴിഞ്ഞ് പിന്നെയും മഴയായി. എങ്കിലും കുറച്ച് ദിവസമായി ഞാൻ മുറ്റമൊക്കെ തൂത്തിട്ടും ഒക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ രാവിലെ ഇതെല്ലാം ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. പക്ഷേ അതെല്ലാം ചെയ്തുകൊണ്ടിരുന്ന കൂട്ടത്തിൽ അപ്പം പിന്നെ മഴയായി. പിന്നെ കുറേയെല്ലാം ചെയ്തു എല്ലാം വൃത്തിയാക്കിയൊക്കെ ഇട്ട് കഴിഞ്ഞ് പിന്നെ വന്നു. പിന്നെ ഇപ്പം ഞാൻ കുറച്ച് നാളായി ഇപ്പോൾ ലോങ് വീഡിയോ ചെയ്തിട്ട്. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? പിന്നെ എൻ്റെ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ നല്ല മഴയാണ്. എല്ലാവരും നല്ല ഇതായിട്ടിരിക്കുക. പിന്നെ ഇന്നത്തെ വാർത്തയിലാണെങ്കിൽ നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ കായംകുളത്ത് ഒരു കട കത്തിയില്ലായിരുന്നോ? അത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തായിരുന്നു ആ കട. പക്ഷേ ഞാൻ എപ്പോഴും ആ കടയിൽ പോകാറുള്ളതാണ്. ഞാൻ ലച്ചുവിന് ഒരുപാട് സാധനങ്ങൾ കഴിഞ്ഞ് അവളിപ്പോൾ കോളേജിൽ പോകാൻ ബാംഗ്ലൂർ പോകാൻ സമയത്ത് ഞാൻ ഒരുപാട് സാധനങ്ങൾ ആ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. പക്ഷേ എന്തോ ചെയ്യാനാണ്, മനുഷ്യരുടെ കാര്യമേ അവരുടെ ഒരു അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് എന്തോരം നഷ്ടങ്ങളാണ് അവർക്കുണ്ടായേ. ഞാൻ ഇന്ന് അതുവഴി പോയപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ച് വേണ്ട, ഇനി അത് ഇട്ട് കഴിഞ്ഞ് ഇനിയിപ്പോൾ എന്തെങ്കിലും ഇതായാലോ എന്ന് വിചാരിച്ച് പിന്നെ ഞാനത് എടുത്തില്ല. എടാ ഇത് കണ്ടോ എൻ്റെ ഓമയെ. ഞാൻ ഇതിൻ്റെ അടുത്ത് ഷോർട്ടിനകത്ത് ഓമയുടെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. ഓമയ്ക്ക പറിക്കുന്നതും ചെത്തി വെക്കുന്നതും ഒക്കെ ഒരു ഷോർട്ടിനകത്ത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ഓമയാണെങ്കിൽ ഞാൻ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു ശബ്ദം കേട്ട് ചെന്ന് നോക്കിയപ്പോൾ ഉണ്ട് എൻ്റെ ഓമയെല്ലാം ഒടിഞ്ഞ് താഴെ വീണ്. അത് പക്ഷേ എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. കാര്യം എന്ന് പറഞ്ഞാൽ വലിയ ഓമയാണ്, ചെറിയ ഓമയാണ്, പക്ഷേ വലിയ ഓമയ്ക്ക ഉണ്ടാവുന്നതായിരുന്നു. പക്ഷേ അത് നമ്മുടെ അകം നല്ല റെഡ് ലേഡിയുടെ ഓമയായിരുന്നു, നല്ല മധുരവുമായിരുന്നു. പക്ഷെ അത് ഒടിഞ്ഞ് താഴെ പോയി. അതിനിയും ആ ഒടിഞ്ഞ പാവം വെച്ച് ഞാൻ വെച്ചെന്നാൽ മഴ തോരുമ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ കവറ് വല്ലതും വെച്ച് കെട്ടി വെക്കാമല്ലോ എന്ന് വിചാരിച്ചു. അതെല്ലാം പിന്നെ പൊട്ടിക്കിളിക്കുമായിരിക്കും. അതോ ഇനി അതും ചീത്തയായി പോകുമോ എന്തുവാന്നൊന്നും അറിയത്തില്ല. പക്ഷേ അതെനിക്ക് ഭയങ്കര വിഷമം, അത് ഓമയ്ക്ക പോയല്ലോ എന്നുള്ള ഇവിടെ അങ്ങനെ ഓമയില്ലായിരുന്നു. അപ്പോൾ ഞാനങ്ങനെ അത് ഓരോ ഓമയുടെ തൈ ഇങ്ങനെ ഇതാക്കി കൊണ്ടുവന്ന്. പക്ഷെ അതെനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി, ആ ഓമ ഒടിഞ്ഞു പോയല്ലോ എന്നുള്ള ഓർത്തപ്പോൾ. ഇന്ന് ഒരുപാട് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തതാണ്. ഇന്ന് ഒരുപാട് വീഡിയോ എടുക്കണം, എല്ലാം ഇടണം എന്നൊക്കെ വിചാരിച്ചൊക്കെ ഇരുന്നത്. പക്ഷേ എന്ത് ചെയ്യാൻ, ഈ മഴ ഒന്നിനും സമ്മതിക്കത്തില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ഇട്ട് വീണ്ടും കാണാം.